ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം നേടിയെങ്കിലും കോൺഗ്രസ് ലീഗ് അധികാര തർക്കം മൂലം തിരുവാലി പഞ്ചായത്തിൽ ഭരണപ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ഭരണസമിതികൾ അധികാരമേറ്റപ്പോഴും തിരുവാലിയിൽ മാത്രം UDFിലെ കസേര കളിക്കായി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി മുന്നണിക്കുള്ളിൽ നടക്കുന്ന വടംവലി കാരണം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ നില തുടർന്നാൽ വരാനിരിക്കുന്ന 5 വർഷം അധികാര തർക്കങ്ങളുടെ വേദിയായി പഞ്ചായത്ത് മാറുമെന്നും ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും LDF മുന്നറിയിപ്പ് നൽകി. CPM ഏരിയ കമ്മിറ്റി അംഗം M. മോഹൻദാസ്, LDF തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി P. സബീർ ബാബു, KP ഭാസ്കരൻ, EP മുരളീധരൻ, K. പ്രവിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UDFിനകത്തെ തർക്കത്തെ തുടർന്ന് ഇന്ന് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയാതെ അവർ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. UDFിൻ്റെ അധികാര തർക്കമാണ് ഇന്ന് പ്രസിഡന്റിനെ കണ്ടെത്താൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളത്. ആയതുമൂലം തിരുവാലി പഞ്ചായത്ത് ഭരണപ്രതിസന്ധിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി പഞ്ചായത്തിൻ്റെ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ UDF എടുത്തിട്ടുള്ള ഈ സമീപനം തിരുവാലി പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള കൊടിയ വഞ്ചനയാണ്. ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധരായ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധമുയർത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത്യന്തം ആപൽക്കരമായ ഒരു പ്രതിസന്ധി തിരുവാലിയിൽ രൂപപ്പെടുകയാണ്. ഈ പ്രതിസന്ധി അടുത്ത 5 വർഷവും തുടരും. തിരുവാലി പഞ്ചായത്തിൽ ഒരു തവണ UDFിന് അധികാരം കിട്ടിയ സമയത്ത് ഇതേ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. അധികാരം കിട്ടിയാൽ UDFിന് അവരുടെ അധികാര തർക്കം രൂക്ഷമാകും എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമായി തിരുവാലി പഞ്ചായത്തിൽ വീണ്ടും UDFിന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഒരു പ്രസിഡന്റിനെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധം അഭിപ്രായ വ്യത്യാസത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് തിരുവാലി പഞ്ചായത്തിന് മാത്രമല്ല കേരളത്തിനാകെ അപമാനകരമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.